എം.കെ. രാഘവനെതിരെ വിമർശനവുമായി എളമരം കരീം. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയെയാണ് കോഴിക്കോടുകാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി കോഴിക്കോടുകാർക്ക് അത്തരത്തിലൊരു ജനപ്രതിനിധിയെ അല്ല ലഭിച്ചത്. കോഴിക്കോട്ടെ ജനങ്ങളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് തനിക്ക് ലഭിക്കുന്നതെന്നും എളമരം കരീം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം എന്ന ബാലുശ്ശേരി മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനം. ആവേശകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഈ മലയോര മേഖലയിൽ ലഭിക്കുന്നത്. കരീംക, ഭയങ്കര ഒരു അത്യാവേശകരമായ സ്വീകരണമാണ്. ഇവിടെ വന്നപ്പോൾ ഒരു കരീമല്ല, ഒരുപാട് കരീംകമാരെ കാണാൻ സാധിക്കുന്നു. ജനങ്ങൾ പൊതുവിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസക്തി അവർ മനസ്സിലാക്കുന്നു. രണ്ട്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു MP വേണമെന്നുള്ളൊരാഗ്രഹം ജനങ്ങൾക്ക്. അവരുടെ ദുഃഖത്തിലും സുഖത്തിലും പങ്കുചേർന്ന് രാജ്യത്തിൻ്റെ പ്രദേശത്തിൻ്റെ നേട്ടങ്ങൾക്കായി ശബ്ദമുയർത്തി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അവരാഗ്രഹിക്കുന്നത്. അത് 15 വർഷമായി ഇല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതിലൊരു മാറ്റം വേണമെന്നാണ് ഈ വികാരം. താങ്കൾ എയിംസിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു എയിംസ് നമുക്ക് കോഴിക്കോടിന് ഉടൻ അത് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അത് അനുവദിക്കാതിരിക്കാൻ ഒരു വഴിയില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് സൗജന്യം തരുന്നൊന്നുമല്ലല്ലോ. ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. തരുന്നില്ലെങ്കിൽ അവരെ ശ്വാസം മുട്ടിക്കും. അതിനുള്ള ജനകീയ ശക്തിയോടെ ഉണ്ട്. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മഹാറാലി നടക്കുന്നു. അത് അഴിമതിക്കാരുടെ സംഘമെന്നാണ് BJP അതിനെ വിശേഷിപ്പിക്കുന്നത്. താങ്കളുടെ മറുപടി എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ BJPയും കേന്ദ്ര ഗവൺമെൻറ്റും. ഇലക്ട്രൽ ബോണ്ട്, ഓരോ കമ്പനികൾ നികുതി വെട്ടിപ്പ് നടത്തിയാൽ അവരെ ED പോയി പിടിക്കുന്നു. കോടിക്കണക്കിന് ഉറുപ്പിക ബോണ്ട് വഴി BJP കൊടുത്താൽ അവർ രക്ഷപ്പെടുന്നു. അഴിമതി കേസിലായിരുന്നു പ്രഫുൽ പട്ടേൽ, സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്നു. BJP ചേർന്നപ്പോൾ ആ ഫയൽ അവസാനിച്ചു. ആസാം മുഖ്യമന്ത്രി ഹെമന്ത ബിശ്വാസ് അഴിമതിക്കാരനായിരുന്നു എന്ന് കേസുണ്ടായി. അയാൾ BJP ചേർന്നു, കേസ് അവസാനിച്ചു. അതുകൊണ്ട് അഴിമതി കാര്യത്തിൽ BJPയോട് മത്സരിച്ചാൽ കെട്ടിവച്ച കാശ് ഒരാൾക്കും കിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം വളരെ അപ്രസക്തമായ വാദം. എന്തായാലും ജൂൺ 4 വരുമ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കരീംക MP ആയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. എന്തായാലും അദ്ദേഹത്തിന് മലയോര മേഖലയിൽ വലിയ സ്വീകരണം തന്നെയാണ് ലഭിക്കുന്നത്. കൃത്യമായി അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് BJPയും ഒപ്പം കോൺഗ്രസിൻ്റെ നിലപാടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയോരത്തെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കുന്നത്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.